നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല. നമ്മൾക്ക് 12-ാം ദിവസം മുതൽ നമുക്ക് അടി കിട്ടി തുടങ്ങിയതാണ്. ഇനി എന്ന് ഈ അടി അവസാനിക്കും എന്നറിയാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവൻ ഭീതിയോടെ പശ്ചിമേഷ്യയിലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ, പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും അന്താരാഷ്ട്ര യുദ്ധ സമവാക്യങ്ങളും ഒക്കെ ആകെ മാറ്റിമറിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകം നടുക്കത്തോടെ മാത്രം നോക്കിക്കാണുന്ന അതീവ ഗുരുതരമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നമുക്കറിയാം ഒരു 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ കുറച്ചു മുമ്പ് ഒരു ധാരണയായിരുന്നു. അത് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി എന്ന ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ഇനി പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാം, എന്തും ചെയ്യാമെന്ന് ഒരു ഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഇറാനുമായി യാതൊരു വിധത്തിലുള്ള ധാരണയില്ല, തങ്ങൾ ഒന്നിനും തയ്യാറല്ല എന്ന് ട്രംപ് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ ബ്രേക്ക് ചെയ്യുമ്പോൾ പശ്ചിമേഷ്യയിൽ ആകെ വീണ്ടും വലിയ ഒരു യുദ്ധഭീതിയാണ് പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകളിൽ തന്നെ രണ്ട് രാജ്യങ്ങളും അതിശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ പ്രസ്താവനയെ കേവലം ഒരു വാചക കസർത്തോ, നിലവിൽ വാചക കസർത്തുകൾ നല്ലാണ്ട് അടിച്ചുവിടുന്നതാണ്. അതുപോലെ ഒരു വാചക കസർത്തോ അതല്ലെങ്കിൽ ഒരു ഭീഷണിയോ ആയി കാണാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. വരുന്ന മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് ഈ രാത്രി മുതൽ തന്നെ പശ്ചിമേഷ്യയെ ആകെ പിടിച്ചു കുലുക്കുന്ന വിധത്തില് വലിയ തോതിലുള്ള സൈനിക നീക്കങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഔദ്യോഗിക പ്രസ്താവനയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ മേലുള്ള തങ്ങളുടെ നിലപാട് അത് കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് വളരെ വ്യക്തമാകും. ഇറാനുമായിട്ട് ഇനി ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കില്ല. അമേരിക്ക ഭരണകൂടം അതിന് ഒരു കാരണവശാലും തയ്യാറുമല്ല. ടെഹ്റാനുമായി ഇനി ഒരു നയതന്ത്ര ചർച്ച തുടരുക എന്നത് വെറും സമയനഷ്ടം മാത്രമാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. കരാറിന്റെ ഭാഗമായിട്ട് ഇളവ് ചെയ്തിട്ടുള്ള എല്ലാവിധ സാമ്പത്തിക എണ്ണ ഉപരോധങ്ങൾ ഇതെല്ലാം പഴയതുപോലെ തന്നെ ഇറാനുമേൽ അതിശക്തമായി തുടരുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിനിടയിൽ ഇറാന് കുറേ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഇറാനൊന്നും ഉപയോഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ അത് അംഗീകരിച്ചിട്ടുമില്ല. ഏതായാലും അതെല്ലാം നിലവെന്താണോ അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത് അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇറാന്റെ തന്ത്രപ്രധാനമായ 80-ലധികം കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ അതിശക്തമായിട്ടുള്ള ബോംബാക്രമണം നടത്തി തകർത്തു കഴിഞ്ഞതായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യൻ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ കടുത്ത ഒരു പ്രതികരണം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ പ്രഖ്യാപനം നടത്തുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ഇന്ന് രാവിലെ തന്നെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അഥവാ IRGC അമേരിക്കയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ്, ഒരു കനത്ത തിരിച്ചടി നൽകിയിരുന്നു. അത് ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒന്നാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക നടത്തിയിട്ടുള്ള സൈനിക അധിനിവേശത്തിന് അതിശക്തമായ പ്രതികാരം ഇറാൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ബഹ്റൈനിലെ US 5-ാം കപ്പൽ പടയുടെ തന്ത്രപ്രധാനമായ ആസ്ഥാനം, കുവൈറ്റിലെ അലി അൽസലേം എയർബേസ് ഉൾപ്പെടെയുള്ള 85ഓളം വരുന്ന പ്രധാന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തങ്ങൾ കൃത്യമായി ലക്ഷ്യം വെക്കുകയും അവിടെ കനത്ത ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു എന്നാണ് ഇറാൻ രാവിലെ 10:30 ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള US കേന്ദ്രങ്ങളിൽ ഇറാൻ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി എന്ന് അവകാശപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ 80ഓളം കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പശ്ചിമേഷ്യയിലെ പ്രത്യാക്രമണങ്ങൾ അങ്ങേയറ്റം തീക്ഷണമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്നും ഒരു സമ്പൂർണ്ണ യുദ്ധ സാഹചര്യം അവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്നുമാണ്. ഇപ്പോൾ ഇറാനിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇറാന്റെ അധീനതയിലുള്ള തന്ത്രപ്രധാനമായ 3 ദ്വീപുകൾ, അതിന് നേരെയാണ് അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. സിർക്ക്, അതുപോലെ ബന്ദർബാസ്, കേഷൻ എന്നീ ദ്വീപുകൾ, ഈ 3 പ്രധാനപ്പെട്ട ദ്വീപുകളുടെ കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ ബോംബറുകൾ വലിയ നാശനഷ്ടങ്ങൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ദ്വീപുകളിലെ ആക്രമണത്തെക്കാൾ ഉപരിയായി ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വളരെ ഗൗരവതരമായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്നിട്ട് ഇറാനിലേക്ക് സൈനിക നീക്കങ്ങൾ നടത്തിയപ്പോൾ അന്ന് ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളോ ആയുധപ്പുരകളോ അല്ലെങ്കിൽ സൈനിക താവളങ്ങളോ പോലുള്ള
യുദ്ധസംബന്ധമായ തന്ത്രപ്രധാനമായ മേഖലകൾ മാത്രമാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോ ഇസ്രായേൽ ഗസയിൽ ചെയ്തതിന് സമാനമായ രീതിയിൽ ഇറാന്റെ ജനവാസ മേഖലകളിലേക്ക് നേരിട്ട് അമേരിക്ക ആദ്യമായി വലിയ തോതിലുള്ള ബോംബാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. മുമ്പ് നടന്ന ആക്രമണങ്ങളിൽ ചില ജനവാസ കേന്ദ്രങ്ങൾ തകരുകയും കുട്ടികളുടെ സ്കൂളിന് നേരെ വരെ അക്രമം ഉണ്ടാകുകയും ചെയ്തിരുന്നുവെങ്കിലും അന്ന് അമേരിക്ക അത് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ സാങ്കേതിക പിഴവാണ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇറാന്റെ സൈനിക ശേഷി നശിപ്പിക്കാൻ മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അന്ന് അമേരിക്ക ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ ഇറാന്റെ സാധാരണക്കാർ താമസിക്കുന്ന, സിവിലിയൻസ് താമസിക്കുന്ന നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒക്കെ വ്യാപകമായി ആക്രമിച്ചിരിക്കുന്നു എന്നത് ഈ പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട്. അന്ന് കുട്ടികളെയും രോഗികളെയും സർവകലാശാലകളെയും മറ്റു കോളേജുകളെയും ഒക്കെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അമേരിക്ക ബോംബ് വർഷിച്ചിരുന്നത് എന്ന് തെളിയണമെന്ന് ഇസ്രായേലിന്റെ ക്രൂരമായ യുദ്ധ നിലപാടുകളോട് പൂർണ്ണമായും ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്ക ഇറാന്റെ സാധാരണ ജനങ്ങളെ പോലും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഈ കടുത്ത യുദ്ധ നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നത് ആ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം ദാരുണവും ആഭ്യന്തരമായിട്ട് വലിയ പ്രതിസന്ധികൾ നിറഞ്ഞതുമായ ഒരു സമയമാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖൊമൈനിയുടെ വിയോഗത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇറാഖില് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിലെ ദുഃഖാചരണത്തിലും ചടങ്ങുകളിലും എത്ര സമയം പങ്കാളിയാകാൻ സാധിക്കുമോ അത്രയും സമയം അവിടെ തുടരേണ്ടിയിരുന്ന ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജ്യത്തുണ്ടായ ഈ അടിയന്തര യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ചടങ്ങുകൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അതീവ വേഗതയിൽ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് നൽകുന്നത്. അതേസമയം തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് അമേരിക്കക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇപ്പൊ തന്നെ തങ്ങൾ ഒപ്പുവെച്ച താൽക്കാലിക ധാരണാപത്രത്തിലെയും വെടിനിർത്തൽ കരാറിലെയും നിരവധി വ്യവസ്ഥകൾ അമേരിക്ക ഇതിനോടകം തന്നെ നഗ്നമായി ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. 5ഓളം കരാർ വ്യവസ്ഥകളുണ്ട്. പ്രധാന കരാർ വ്യവസ്ഥകളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് അമേരിക്കൻ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭീഷണി, അതുപോലെ പിടിച്ചുപറി, സാമ്രാജ്യത്വ കാലഘട്ടം അതൊക്കെ അവസാനിച്ചു കഴിഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ചതിക്കെതിരെ ഇനി തങ്ങൾ ഒന്നും മടിക്കാതെ ഒട്ടും നോക്കാതെ അതിശക്തമായ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തമ്മിൽ പെട്ടെന്നുണ്ടായ ഈ ഒരു വലിയ പ്രകോപനത്തിന് അമേരിക്ക പറയുന്ന കാരണം കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ചില എണ്ണ കപ്പലുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണമാണ്. സൗദി അറേബ്യയുടെയും ഖത്തറിന്റെയും 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയും മറ്റൊരു വിദേശ എണ്ണക്കപ്പലിന് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. സാധാരണഗതിയിൽ ഹോർമൂസ് കടലിടുക്കിലോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലോ ഇത്തരം ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാൽ തങ്ങളാണ് അത് ചെയ്തത് എന്ന് ഇറാൻ പരസ്യമായി അവകാശപ്പെടുന്നതാണ്. കപ്പലുകൾ തകർത്തതായും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് തങ്ങൾ നിശ്ചയിച്ച പാതയിലൂടെ അല്ലാതെ സഞ്ചരിച്ചാൽ ഇനിയും കപ്പലുകൾ തകർക്കുമെന്നും ഇറാൻ മുൻകാലങ്ങളിൽ പരസ്യമായി ഭീഷണിപ്പെടുത്താറുമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്ഭുതകരമെന്ന് പറയട്ടെ, അത്തരം യാതൊരുവിധ അവകാശവാദങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കപ്പൽ ആക്രമണത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ഇതിൽ നിന്നും പല നയതന്ത്ര വിദഗ്ധരും ഉയർത്തുന്ന പ്രധാന ചോദ്യം, മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി മൂന്നാമതൊരു ശക്തി ബോധപൂർവം ഈ കപ്പലിൽ ആക്രമിക്കുകയും അത് ഇറാന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണോ എന്നാണ്. അതല്ലെങ്കിൽ അമേരിക്ക തന്നെ ഒരു പക്ഷേ ആ ആക്രമണം നടത്തിയിട്ട് അല്ലെങ്കിൽ ആ വിധത്തിൽ കൈകാര്യം ചെയ്തിട്ട് രാജ്യം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ രാഷ്ട്രപ്രമുഖരെ അവരൊക്കെ ഭീഷണിപ്പെടുത്തുന്ന പോലെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുന്നതാണോ എന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതാണ്. കാര്യം ഇറാൻ എന്തെങ്കിലും ചെയ്താൽ അത് സമ്മതിക്കും. എന്നാൽ ഈ വിഷയത്തിൽ യാതൊരുവിധ അന്വേഷണങ്ങൾക്കും വിശദീകരണങ്ങൾക്കും കാത്തു നിൽക്കാതെ കപ്പൽ ആക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. എന്നാൽ ഈ ചതിക്ക് മുന്നിൽ മാപ്പപേക്ഷിക്കാനോ അല്ലെങ്കിൽ വിശദീകരണം നൽകി സ്വയം സമയം കളയാനോ ഇറാൻ ഒട്ടും തയ്യാറായിട്ടില്ല. അവർ ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അമേരിക്ക നടത്തിയ നഗ്നമായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അക്കമിട്ട് വിളിച്ചു പറയുന്നുമുണ്ട്, നിരത്തി വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഇറാൻ മുന്നോട്ട് വച്ചിട്ടുള്ള ചില സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഈ ക്രമീകരണങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ ഇഷ്ടാനുസരണം അവിടെ കപ്പലുകളുടെ റൂട്ടുകൾ നിശ്ചയിക്കാനും നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണം. അതായത് ഇറാന്റെ പൂർണ്ണമായ പരമാധികാരമുള്ള ഹോർമൂസ് കടലിടുക്കിലെ പ്രധാന കപ്പൽ പാതയ്ക്ക് ബദലായി ഒമാൻ തീരത്തോട് ചേർന്നുകൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ള
ഒരു പുതിയ സമാന്തര കപ്പൽ പാത നിർമ്മിച്ചെടുക്കാൻ അമേരിക്ക പണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട്. ഭാവിയിൽ ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള ഇറാന്റെ തന്ത്രപ്രധാനമായ അധികാരം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ദൂരവ്യാപകമായിട്ടുള്ള ലക്ഷ്യം, അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഒരു കുതന്ത്രമായിരുന്നു അത്. ഈ നീക്കം മനസ്സിലാക്കിയിട്ടുള്ള ഇറാൻ മുമ്പ് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും അന്ന് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷവും സമാനമായ നീക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് വരികയും സൗദിയുടെയും ഖത്തറിന്റെയും കപ്പലുകൾ ആ സമാന്തര പാതയിലൂടെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതാണ് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയ കരാർ ലംഘനം. രണ്ടാമതായി ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 60 ദിന വെടിനിർത്തൽ കരാർ, താൽക്കാലിക കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇറാന് നേരെ വീണ്ടും സൈനിക ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തും എന്ന തരത്തിലുള്ള ഭീഷണികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഥവാ അമേരിക്ക തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മൂന്നാമത്തെ ഒരു ലംഘനമായി ഇറാൻ പറയുന്നത് താൽക്കാലിക വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് ഇറാന്റെ മേലുള്ള അന്താരാഷ്ട്ര എണ്ണ ഉപരോധങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കും എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം ആ ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കാൻ അമേരിക്ക ഇതുവരെ തയ്യാറായിട്ടുമില്ല. അത് ഇറാന്റെ സാമ്പത്തിക പുരോഗതിക്കോ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിനോ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. അമേരിക്കയുടെ ഈ നിലപാട് അല്ലെങ്കിൽ ആ പ്രവൃത്തി കരാർ വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ തെക്കൻ ലെബനോനിൽ ഇസ്രായേലിന്റെ സൈനിക ശക്തികൾ ആക്രമണം കടുപ്പിക്കുകയും തെക്കൻ ഇറാന്റെ അതിർത്തികളിൽ പല വിധത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തരത്തില് ഉള്ള മറ്റൊരു ഇറാന്റെ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 5ഓളം പ്രധാന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അമേരിക്ക തന്നെയാണ് ഈ കരാർ തകർത്തത് എന്നാണ് ഇറാന്റെ വാദം. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാനെ നിർബന്ധിതരാക്കുകയും അതിനായി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി വിശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷം അമേരിക്ക വലിയ ഒരു ചതിപ്രയോഗം നടത്തുകയായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ യുദ്ധ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്ക ബോധപൂർവം ആസൂത്രണം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകളോട് പൂർണ്ണമായിട്ടും സഹകരിച്ച് ഇറാൻ മുന്നോട്ട് പോകുമ്പോൾ ബോധപൂർവം പ്രശ്നങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാക്കി ഈ മേഖലയെ വീണ്ടും ഒരു യുദ്ധക്കളമാക്കി മാറ്റാനാണ് അമേരിക്ക പദ്ധതിയിട്ടത്. ഇത് ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക കളിച്ച വലിയൊരു കളിയുടെ നാടകമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അമേരിക്കയെയും പാശ്ചാത്യ ശക്തികളെയും സംബന്ധിച്ച് ആ ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്നത് അത് അടഞ്ഞു കിടക്കുന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി. ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ എത്രയൊക്കെ വെല്ലുവിളികൾ മുഴക്കിയാലും അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിയത് ഈ കടലിടുക്കിന്റെ ഉപരോധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹോർമോസ് കടലിടുക്ക് എങ്ങനെയെങ്കിലും തുറപ്പിക്കാൻ വേണ്ടി ട്രംപ് ഇറാനുമായി താൽക്കാലിക ഒരു വെടിനിർത്തൽ വ്യവസ്ഥ ഉണ്ടാക്കി അവസാനം ഈ കടലിടുക്ക് തുറക്കുകയും അതുവഴി അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകൾ സുഗമമായി സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഇതോടെ ലോക വിപണിയിൽ ഉണ്ടായിരുന്ന കടുത്ത ഒരു എണ്ണക്ഷാമം അത് ഏകദേശമൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഇന്ത്യ, നമ്മുടെ രാജ്യം നമുക്കറിയാം, യുദ്ധമുണ്ടായി 12ാമത്തെ ദിവസം മുതൽ അനുഭവിക്കുന്നതാണ് പാചകവാതകമടക്കം നമുക്കില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിൽ ഇന്ധനവില, പാചകവാതക വില ഒക്കെ ഗണ്യമായി ഇപ്പൊ കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചെടുത്ത ശേഷം അന്താരാഷ്ട്ര തലത്തിലുള്ള എണ്ണ പ്രതിസന്ധി അവസാനിച്ചു തുടങ്ങി എന്ന ഒരു സാഹചര്യം ഉണ്ടായ ശേഷം അമേരിക്ക തങ്ങളുടെ ചതി പുറത്തെടുക്കുകയാണ്. അതുവരെ ഇറാനോട് സ്വീകരിച്ചിരുന്ന എല്ലാ അനുകൂല നിലപാടുകളും റദ്ദാക്കിക്കൊണ്ട് വലിയൊരു വഞ്ചനയാണ് അമേരിക്ക ഇവിടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ചതി പ്രയോഗത്തിൽ ഇറാൻ ഭരണകൂടം വല്ലാതെ മുറിവേറ്റിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഈ ചതിക്ക് അതിശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കും എന്നാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഈ യുദ്ധം പൊടുന്നതിനെ നിർത്താൻ കഴിയാത്ത വിധത്തിൽ മേഖലയിലാകെ ആളിക്കത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതിന്റെ ഒരു വലിയ പ്രതികരണം എന്ന നിലയിലാണ് അമേരിക്കൻ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഗൾഫ് മേഖലയിലുള്ള US സ്ഥാപനങ്ങളിലേക്ക് ഇറാൻ വീണ്ടും വ്യാപകമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചങ്ങോട്ട് വിട്ടത്. അതിനർത്ഥം ഈ യുദ്ധം ഉടനെ എങ്ങും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ പതിവ് യുദ്ധങ്ങളിൽ നിന്നും വിപരീതമായിട്ട് ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന, അതായത് സിവിലിയൻസ് താമസിക്കുന്ന ജനവാസ മേഖലകളെ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഇത്രയും ക്രൂരമായ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാന്റെ പരിപൂർണമായിട്ടുള്ള ഒരു തകർച്ചയാണോ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത് എന്ന ഒരു നിർണായക ചോദ്യം വളരെ പ്രസക്തമായി ഉയരുകയാണ്. ഏതായാലും വലിയ തോതിൽ തന്നെ ഇറാൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ ഇറാനും ശക്തമായി തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പശ്ചിമേഷ്യയിൽ ഒരു സമാധാന ചർച്ചയ്ക്കോ അല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കാനോ ഉള്ള
എല്ലാ സാധ്യതകളും ഇപ്പോൾ പരിപൂർണമായി ഇല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ലോകത്തെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്ന വളരെ കടുത്ത ഒരു യുദ്ധത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇവിടെ സംശയിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ പണിയെടുക്കുന്നത്. ഇസ്രായേലിനോട് എതിരെ നിൽക്കുന്നു, ഇസ്രായേലിനെ അനുസരിപ്പിക്കാൻ നോക്കുന്നു, പിന്നെ ഇസ്രായേലുമായിട്ട് ചേരുന്നു. ഇതൊക്കെ ലോകത്തെ ധരിപ്പിക്കുന്ന വെറും നാടകങ്ങൾ മാത്രമാണ്. ആത്യന്തികമായി ഒരു വിശാല ഒരു പ്രദേശം ഇസ്രായേലിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. അതിന് പല നാടകങ്ങളും കളിക്കും. ഇറാന് ചിത്രത്തിൽ നിന്ന് മാറ്റിവെക്കണം. അതുകൊണ്ടാണ് ഇസ്രായേലിന് സഹായകരമായിട്ട് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ നമുക്ക് ഗസയിലെ കാര്യം എടുക്കാം. ഗസയിലെ മുഴുവൻ ആൾക്കാരെ കൊന്നൊടുക്കുകയാണ്. അതുപോലെ ലെബനനിലെ മുഴുവൻ ആൾക്കാരെ കൊന്നെടുക്കുകയാണ്. അതായത് ഇസ്രായേലിനെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ കൊന്നൊടുക്കുക, അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവിടുത്തെ ഭരണത്തെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കുക, ഭരണാധികാരികളെ അടക്കം മുഴുവൻ ജനങ്ങളെയും കൊന്ന ശേഷം, ഇപ്പോൾ ഒരു 10 കോടി ജനമുണ്ടെങ്കിൽ ആ 10 കോടിയും കൊന്നൊടുക്കിയ ശേഷം ആ പ്രദേശം ഒന്നാകെ പിടിച്ചടക്കിക്കൊണ്ട് അവിടുത്തെ സമ്പത്തും എല്ലാം എടുത്തുകൊണ്ട് അത് തങ്ങളുടേതാക്കുക എന്നൊരു ഗൂഢലക്ഷ്യം തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. Different angles. Don't forget to subscribe and support this channel.